ആദ്യമായിട്ട് SQLite ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ സേവ് ചെയ്യേണ്ടതുണ്ട്. ന്യൂ ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യുക. cricket_world cup എന്ന് ടൈപ്പ് ചെയ്യുക. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു, സേവ് അടിക്കുന്നു. ആദ്യത്തെ ടേബിളായിട്ട് കൺട്രി എന്ന് ടൈപ്പ് ചെയ്യുന്നു. പുതിയ കോളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡ്സിൽ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആദ്യമായിട്ട് കൺട്രി ID എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. CONTRY country_ID എന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ഡാറ്റയാണ്, അതുകൊണ്ട് ടെക്സ്റ്റ് എന്ന് സെലക്ട് ചെയ്യുന്നു. അത് പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഇനി വീണ്ടും അടുത്ത കോളം ആഡ് ചെയ്യുന്നു. അവിടെ നമ്മൾ കൺട്രി നെയിമാണ് ടൈപ്പ് ചെയ്യുന്നത്. country_name. അത് ഈ പറയുന്നത് പോലെ ടെക്സ്റ്റ് തന്നെയാണ്. തുറന്ന് OK ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതിലേക്ക് ഡാറ്റ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രൗസ് ഡാറ്റ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ട് ന്യൂ റെക്കോർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ആദ്യത്തെ ഡാറ്റയായിട്ട് C100 കൊടുക്കുന്നു. കൺട്രി നെയിം പാകിസ്ഥാൻ. എൻ്റർ അമർത്തുന്നു. അടുത്ത ഡാറ്റ കൊടുക്കാൻ വീണ്ടും ഇതുപോലെ ന്യൂ അടിക്കുന്നു. C101 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശ്രീലങ്ക എന്ന് കൊടുക്കുന്നു. ഇത്തരത്തിൽ ആദ്യത്തെ ഈ ടേബിളുകളിൽ C106 വരെ ടൈപ്പ് ചെയ്യുന്നു. തുടർന്ന് വീണ്ടും ഡാറ്റാബേസിലേക്ക് വന്നതിന് ശേഷം ക്രിയേറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ അടുത്ത ടേബിളായിട്ടുള്ള പ്ലെയർ ടേബിൾ എന്നുള്ള ടൈപ്പ് ചെയ്യുകയാണ്. പ്ലെയർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു. അവിടെ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഫീൽഡിൽ 4 കോളാണ് വേണ്ടത്. ആദ്യത്തത് player_ID, അത് ടെക്സ്റ്റാണ്, അത് പ്രൈമറി കീ ആണ്. നെക്സ്റ്റ് വരുന്നത് ആഡ് കൊടുക്കുന്നു. ഇവിടെ player_name എന്ന് കൊടുക്കുന്നു. അത് ടെക്സ്റ്റ് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ടോട്ടൽ റൺസ് കൊടുക്കുന്നു. total_runs എന്ന് കൊടുക്കുന്നു. അത് ഇൻറ്റീജറാണ്. അടുത്തതായിട്ട് കൺട്രി ID കൊടുക്കുകയാണ്. country_ID എന്ന് കൊടുക്കുന്നു. ഇവിടെ OK ടൈപ്പ് ചെയ്യുന്നു. വീണ്ടും ബ്രൗസ് ഡാറ്റയിൽ പോയിട്ട് ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇവിടെ ടേബിൾ എന്നുള്ളിടത്ത് പ്ലെയർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അവിടെ പ്ലെയർ ID എന്നുള്ളതിൽ P5001 സനത് ജയസൂര്യ ടോട്ടൽ റൺസ് 221. കൺട്രി ID C101. എൻ്റർ അമർത്തുന്നു. വീണ്ടും ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ P5009 വരെയുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് വീണ്ടും ഡാറ്റ സ്ട്രക്ചറിലേക്ക് വന്ന് ക്രിയേറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മൂന്നാമത്തെ ടേബിളായിട്ടുള്ള മാച്ചസ് ടൈപ്പ് ചെയ്യുന്നു. അവിടെ 3 കോളമാണുള്ളത്. ഫസ്റ്റത്തത് ഇൻറ്റീജർ വിഭാഗത്തിൽ തന്നെ വരുന്ന ഇയർ, അതാണ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്നത് ഇതേപോലെ ആഡ് ചെയ്യുന്നു. അവിടെ വരുന്നത് വിന്നർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആയിട്ടാണ് വരുന്നത്. മൂന്നാമത് വരുന്നത് ബെസ്റ്റ് പ്ലെയർ, best_player, അത് കോഡാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ടെക്സ്റ്റാണ്. കോഡ് മീൻസ് അക്ഷരം ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ ടെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. OK കൊടുക്കുന്നു. ഇനി അതിലേക്കും ഈ ബ്രൗസ് ഡാറ്റ എടുക്കുന്നു. ബ്രൗസ് ഡാറ്റയിൽ ഇവിടെ നിന്നും മാച്ചസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ആഡ് ന്യൂ റെക്കോർഡ് അടിക്കുന്നു. ആദ്യത്തതിൽ 1991 എന്നുള്ളത് സെലക്ട് ടൈപ്പ് ചെയ്യുന്നു. അടുത്തതിൽ C101 എന്നുള്ളത് 100 എന്നുള്ളത് കൊടുക്കുന്നു.
അടുത്തതിൽ P5004 എന്നുള്ളത് കൊടുക്കുന്നു. എൻ്റർ അമർത്തുന്നു. ആഡ് ന്യൂ റെക്കോർഡ് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 1996 എന്നുള്ളത് കൊടുക്കുന്നു. C101 എന്ന് കൊടുക്കുന്നു. തെറ്റുണ്ടെങ്കിൽ നമുക്കിതുപോലെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് ഒക്കെ അടിച്ചിട്ട് മാറ്റം വരുത്തി എൻ്റർ അമർത്തിയാൽ മതിയാവും. ഇവിടെ P5001 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത്തരത്തിൽ നമ്മൾ ബാക്കിയുള്ളത് കൂടി ടൈപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ 3 തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് ഒരു ഡാറ്റ ഇതിൽ നിന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ക്വറി ടൈപ്പ് ചെയ്യുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് കുറേ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ആ ചേഞ്ചസുകൾ ഇതിലേക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ് ചേഞ്ചസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുന്നു. എക്സിക്യൂട്ട് SQL എന്നുള്ളത് എടുക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടെത്താൻ പോകുന്ന സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ടോട്ടൽ റൺസ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടെത്താനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ടോട്ടൽ റൺസ് കണ്ടെത്തണം. അത് കണ്ടെത്തേണ്ടത് പ്ലെയർ എന്ന് പറയുന്ന ടേബിളിൻ്റെ അകത്തു നിന്നാണ്. അവിടെ കണ്ടീഷനായിട്ട് കൊടുക്കേണ്ടത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയാണ് ഈ റൺസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ താഴത്തേക്ക് കോഡുകൾ വരും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം സെലക്ട് ടോട്ടൽ റൺസ് ഫ്രം, എവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്? ഫ്രം എവിടെ നിന്ന്? ഫ്രം പ്ലെയർ എന്ന് പറയുന്ന ടേബിളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലെയർ എന്ന് പറയുന്ന ടേബിൾ സെലക്ട് ചെയ്യുന്നു. ഇനി കണ്ടീഷനാണ് അടിക്കുന്നത്. ആരുടെയാണത്? വേർ പ്ലെയർ നെയിം ഈക്വൽ ടു സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ കേസ് സെൻസിറ്റീവ് ആണ്, അത് എപ്പോഴും ശ്രദ്ധിക്കുക. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സിംഗിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അതങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ റിസൾട്ടായിട്ട് ടോട്ടൽ റൺസ് 18,426 എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ക്യൂറീസ് ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ക്യൂറീസ് നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. ഒന്നിലധികം ടേബിളുകൾ കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബ്രാക്കറ്റിലായിട്ട് 2 ക്യൂറീസൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോയാണ്. ഇനി ഡാറ്റാബേസിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഈ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ പെടുന്ന SQLite അഥവാ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്ന SQLite എന്ന സോഫ്റ്റ്വെയറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. അത് ഈ വരുന്ന ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേ ഫോക്കസ്, സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വയ്ക്കുക. ബുധനാഴ്ച ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരും എൻജോയ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. പഠിക്കുക, പഠിച്ച് മുന്നേറുക. താങ്ക് യു ഓൾ. ആൻഡ് മറക്കരുത്, ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക്.